ഇവിടെ വെച്ചിട്ട് 5 വർഷമായതേ ഉള്ളൂ. നാടൻ തെങ്ങ. ഇത് ഞങ്ങളുടെ തെക്കൻ തോപ്പിലെ തെങ്ങ. ഇവിടുന്ന് ഞാൻ കാണിക്കാൻ തുടങ്ങാം. ദേ ഇത് നോക്കിയേ, ഇതിന്റെ വിളവ് കണ്ടേ. ഇത് നാടൻ കായാണ്. കണ്ട ഹൈബ്രിഡ് ആണെന്ന് തോന്നുന്നു. ഈ തെങ്ങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. എല്ലാം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ വന്ന് നോക്ക്. എല്ലാം ഇങ്ങനെ തന്നെയാ ഉള്ളത് ഒരു പരിധിവരെ. എല്ലാ തെങ്ങും ഇത് ഹൈബ്രിഡ് ഒന്നുമല്ല, നാടനാ. ഞാൻ ഇതുവരെ സംസാരിച്ചത് വടക്കേ അറ്റത്തെ പറ്റിയാ. തെക്കേ അറ്റത്തിലെ ഈ ഇളം തൈയിലെ വളർച്ച കണ്ടില്ലേ? ഇത് വെറും 5 വർഷത്തിനകമാ ഇതുപോലെ വളർന്നിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ദേ ഈ കോക്കോമാക്സ് ആണ്. അപ്പുറത്ത് ഒരു 1.5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന്റെ റിസൾട്ട് നല്ലതാണെന്നും പറഞ്ഞാണ് ഇവിടെ ഒരു 10 മാസമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇതിന് 1-2 രൂപ കൂടുമായിരിക്കും മോനെ. ഇതിൽ 1-2 രൂപ എങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും കൂടും. ഇതിപ്പോ ഇവിടെ ഒഴിച്ചതിന് ശേഷം 1-2 രൂപ കൂടുതലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 1 വർഷമായിട്ട്. കായ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്ക്. കായ്ക്ക് നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട്. അതിന് 10 ആണെങ്കിൽ ഇതിന് 12 രൂപ. അതുപോലെ തന്നെ 11 അല്ലെങ്കിൽ 12 രൂപ. അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ളും നാടൻ കായ. ഇതൊന്നും ഹൈബ്രിഡ് ഒന്നും അല്ല. പക്ഷെ കണ്ട ഹൈബ്രിഡ് പോലെ ഉണ്ടാവും. ഞാൻ ഇതുവരെ കൊടുത്തത് ഇത് മാത്രമേ ഉള്ളൂ, കോക്കോമാക്സ് മാത്രം. വെട്ടിയിട്ടുണ്ട്. ദേ ഒരു കൊല വെട്ടിയത് കണ്ടില്ലേ? വെട്ടിയിട്ടുണ്ട്. ദേ ഇതിന്റെ പച്ച നിറം കണ്ടില്ലേ? ഇതിന്റെ മടല്. അതെ, മൊത്തം തെങ്ങ്. ദേ അതിന്റെ മടലും ഓലയൊക്കെ കണ്ടാ അറിയില്ല എത്ര പച്ചയായിട്ടിരിക്കുന്നെന്ന്. അതെ, ഇത് കണ്ടാൽ തന്നെ എത്ര നല്ലതാ. ഈ കൊലയൊക്കെ നമ്മൾ ദൂരത്തുനിന്ന് നോക്കിയാൽ അതിപ്പോ ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് മാത്രമല്ല, എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് മാത്രമല്ല വെള്ളം, ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മുടെ മരത്തിൽ മാത്രം നോക്കിയാൽ എന്താ ഇത്ര നിറം? അതിനൊക്കെ കാരണം ഈ കോക്കോമാക്സ് ലിക്വിഡ് ഒഴിക്കുന്നതുകൊണ്ടാ. എത്ര വളം ലിക്വിഡ് ഞാൻ നേരത്തെ ഒഴിച്ചു നോക്കിയതാ. പക്ഷെ ഇതിപ്പോ എല്ലാം വിട്ടിട്ട് ഇത് മാത്രമേ ഇപ്പൊ ഉപയോഗിക്കുന്നുള്ളൂ. ദേ അങ്ങോട്ട് ചെന്ന് നോക്കി എത്ര കാലിക്കന്നാസ് ഉണ്ടെന്ന്. വളരെ നല്ലതാണ്. കൃഷി ചെയ്യുന്നവർക്ക് വാങ്ങി ഉപയോഗിക്കാം. പിന്നെ തീർച്ചയായിട്ടും നന്നായിട്ട് വാങ്ങി ഉപയോഗിക്കാം. ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. കീടങ്ങൾ ഇല്ലെന്ന് വേണം പറയാൻ. തീരെയില്ല. ദേ നിങ്ങൾ തന്നെ നോക്ക്. ദേ ഇവിടെ എങ്ങും ഒരു കീടോ അല്ല ഒരു പുഴുവിനോ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നമേ ഇവിടെ ഇല്ല. ആ മോണോകൊണ്ട ബോസൊക്കെ 1-2 വർഷം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പുഴുക്കളും കീടങ്ങളൊന്നും ഇല്ല. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു